ഹായ് എവരി വൺ. എൻ്റെ പേര് സരിത. എൻ്റെ സ്ഥലം കൊടുങ്ങല്ലൂരാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഗോപിനാഥൻ. 2 കുട്ടികളാണ് ഉള്ളത്. അഖിൽ ഗോപിനാഥ് ആൻഡ് അക്ഷയ് ഗോപിനാഥ്. അഖിൽ ഖത്തറിലാണ് സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യണു. അക്ഷയ് ഗോപിനാഥ് MBAക്ക് പഠിക്കുന്നു. പിന്നെ ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണത്, ഗൗരി ശങ്കർ ഹോസ്പിറ്റൽ. അതിലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് ഞാൻ. വളരെ പഴയ ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ. അതായത് കൊടുങ്ങല്ലൂർ ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. ഈ ഹോസ്പിറ്റലിലൊക്കെ പൊങ്ങണതിന് മുമ്പ്, അതായത് എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചത് ഗൗരി ശങ്കർ ഹോസ്പിറ്റലിലാണ്. അതിനുശേഷം പഠിത്തം കഴിഞ്ഞ് ഞാൻ അവിടെ ജോലിക്ക് കയറി. ഭഗവതിയുടെ നിശ്ചയം. ജനിച്ചതും വർക്ക് ചെയ്യണതൊക്കെ ഒരു സ്ഥലത്ത് തന്നെ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കൊടുങ്ങല്ലൂർ തന്നെ ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ 97 വയസ്സുണ്ട്. അമ്മയുടെ പേര് ഗീത എന്നാണ്. അച്ഛൻ PSS കൈമൾ മാഷ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പേര് ഗൗരി അമ്മ. ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയെ ഒറ്റയ്ക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ അമ്മയാണ് നോക്കുക. പിന്നെന്താ, എൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി ഒരു ബ്ലോഗൊക്കെ ഞാൻ പതുക്കെ ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കാണ് എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിട്ടത് ആദ്യമായിട്ട്. എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, ശ്രീകലാവർമ്മ. ഞാനും ആ കുട്ടിയും കൂടിയാണ് ഒരുപാട് യാത്രകൾ ചെയ്യാറുള്ളത്. അങ്ങനെ പോയി ഇപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരെയും കൊണ്ട് യാത്രകൾ പോയി തുടങ്ങി. പിന്നെ എൻ്റെ ഈ മുടി, ഇത് ഇപ്പോൾ പഴനി പോയി വെട്ടിയതാ. കഴിഞ്ഞ കൊല്ലം ഞാൻ തിരുപ്പതി പോയി മൊട്ടയടിച്ചിരുന്നു. അത് എന്താന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു അറ്റാക്ക് വന്നു. അപ്പോൾ ആസ്റ്ററിലായിരുന്നു ബൈപ്പാസ് സർജറി നടന്നത്. അപ്പോൾ ICUവിൻ്റെ ഉമ്മർത്തിരുന്ന് നമ്മൾ ആ സമയത്ത് എന്തൊക്കെയാണ് ഭഗവാനെ വിളിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് ആ സമയത്ത് ഞാൻ ഭഗവാനെ ഞാൻ എൻ്റെ മുടി മൊട്ടയടിച്ചോളാന്ന് കയറുന്നു. 3 മുട്ടയുണ്ട്. അതിലൊരെണ്ണം തിരുപ്പതി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പഴനി പോയിട്ടാണ് ഈ മുട്ടയടിച്ചത്. അത് ഞങ്ങൾ സെപ്റ്റംബറിൽ ഞങ്ങൾ വാരാണസി, അയോധ്യ ഒക്കെ ഒരു യാത്ര പോയിരുന്നു. 34 പേരെയും കൊണ്ടാണ്. ഞാനായിരുന്നു എൻ്റെ കോർഡിനേറ്റർ. 34 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അത് നല്ല വിജയമായിരുന്നു കേട്ടോ യാത്ര. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. ഒരുപാട് സംസാരിക്കാനുണ്ടല്ലോ ഇനിയും. അപ്പോൾ വാരാണസി പോയാൽ എന്നാ പറയുക, അവിടുത്തെ ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരത്തപ്പനെ അഭിഷേകം ചെയ്യണം, എന്നാലേ യാത്ര പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ആ അറിവിൻ്റെ പുറത്താണ് ഞങ്ങളെ വാരാണസി പോയവരെ ഗംഗാജലം കൊണ്ടുവന്നിട്ട് രാമേശ്വരത്തപ്പനെ അഭിഷേകം ചെയ്യാൻ പോയി. അപ്പോൾ ആ വഴി ഞങ്ങളൊന്ന് പഴനി കയറി മുടി പിന്നെ രണ്ടാമത്തെ മുട്ടയടിച്ചു. ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഈ മുട്ടയുടെ കൂടി ഈ വെള്ളി വരകളൊക്കെ ഇങ്ങനെ കാണും. ഇതൊക്കെ ഇന്നും കൂടി മുടി വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് കറുപ്പിച്ച് ഒന്നും കൂടിയൊക്കെ സുന്ദരിയാവാൻ. പിന്നെ എനിക്ക് യൂട്യൂബിലെ എഡിറ്റിങ് അതൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ പതുക്കെ പഠിച്ച് മുന്നേറും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ സംസാരപ്രിയാണ്. ഞാൻ പണ്ട് തുടങ്ങിയേ സംസാരിക്കും. അതെനിക്കിങ്ങനെ പരിചയം വേണമെന്നൊന്നുമില്ല. ഞാൻ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ കൂടുതൽ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, താങ്ക് യു.